പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. അനാമികയാണെങ്കിലും അനി ഉറങ്ങിയോന്നൊക്കെ നോക്കി മെല്ലെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. എന്തായാലും ഫുഡ് വാങ്ങിക്കണമല്ലോ, ഓർഡർ ചെയ്ത് ഫുഡ് വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ അനാമിക പുറത്തേക്ക് പോകുന്നത് നയന ബാൽക്കണിയിൽ നിന്നിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അനാമിക ഫുഡ് വാങ്ങി പോകുന്ന സമയത്ത് നയനയാണെങ്കിലും മുകളിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അനാമിക ഫുഡൊക്കെ വാങ്ങി നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. നയന ഇറങ്ങി വരുന്ന സമയത്തും അവിടെ അനാമികേനെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലായിടത്തും നോക്കിക്കൊണ്ടാണ് കേട്ടോ വരുന്നത്. അപ്പോഴാണ് അനാമിക ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിക്കുന്നത് ഇങ്ങനെ നയന കാണുന്നത് കേട്ടോ. അപ്പോൾ നയന കുറച്ച് സമയമൊക്കെ അത് നോക്കി നിന്നിട്ട് മെല്ലെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വീഡിയോ എടുത്തിട്ട് നയന പിന്നെ നേരെ മുകളിലേക്ക് കയറി ഡിസൈനൊക്കെ വരച്ചത് കൊണ്ട് റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അനാമിക ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഇവള് ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല, പഠിച്ച കല്യാണമെന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് പിന്നെ ആ ഫോൺ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പോയി കിടക്കുകയാണ് കേട്ടോ, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്. പിന്നീട് അനാമികയാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അനിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. അനി നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഭാര്യ വിശന്ന് ഫുഡ് കഴിക്കാതിരുന്നാലും ഇവന് ഒരു കുഴപ്പമില്ല, നല്ല ഉറക്കമാണല്ലോ എന്നൊക്കെ ഓർക്കുകയാണ്. പിന്നീട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിലും ഞാനിപ്പോൾ മറ്റുള്ളവർക്ക് മുന്നിലാണല്ലോ ഇവൻ്റെ ഭാര്യ, അല്ലാതെ ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ലല്ലോ എന്നൊക്കെ ഓർക്കും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു നേരം പോലും ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല, ഇപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അനാമികയും കയറി കിടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് ആദർശ് എഴുന്നേൽക്കുമ്പോൾ തന്നെ നയന വരച്ചിട്ടുള്ള ഡിസൈൻ അവിടെ ടേബിളിൽ ഇരിക്കുന്നത് കാണാണ്. അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് നയന ആദർശിനുള്ള ചായയും കൊണ്ടുവരുന്നത് കേട്ടോ. ചായക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് ചോദിക്കും, ഇന്നലെ നീ ഇത് വരച്ച് എപ്പോഴാണ് ഉറങ്ങിയത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് വരയ്ക്കാൻ അധികം സമയമൊന്നും എടുത്തിട്ടില്ല, ഒരു 2 മണിക്കൂറൊക്കെ എടുത്തിട്ടുള്ളൂ എന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഒരു സംഭവമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ നയന ഇങ്ങനെ ചായയൊക്കെ കൊടുത്ത് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആദർശ് നയനയുടെ കയ്യിൽ പിടിച്ച് അവിടെ നിൽക്കാനായിട്ട് പറയാനുണ്ട്. നീ പോവാണോ എന്ന് ചോദിക്കും. എന്നിട്ട് പിടിച്ച് നിർത്തിയിട്ട് തോളിലൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ രാവിലെ തന്നെ പ്രേമിക്കാനുള്ള പരിപാടിയാണോ എന്ന് ചോദിക്കും കേട്ടോ. അതെ, ഇങ്ങനെ പ്രേമിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താ പറഞ്ഞതെന്ന് ചോദിക്കും കേട്ടോ. അല്ല, പ്രേമിച്ച് പ്രേമിച്ച് എല്ലാ അർത്ഥത്തിലും കല്യാണം കഴിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നയനേനെ ഇങ്ങനെ തോളിലേക്ക് ഇങ്ങനെ കിടത്തുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശ്. പിന്നീട് നയനയാണെങ്കിലും ഇന്നലെ രാത്രി ഇങ്ങനെ ഡിസൈൻ വരയ്ക്കാനിരുന്നുകൊണ്ട് ചില കാഴ്ചകളൊക്കെ കാണാൻ പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ശരിക്കും കാണുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് അനാമിക ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവളെ ആൾ കൊള്ളാലോ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ലല്ലോ, ഇത്തരം കള്ളത്തരമൊക്കെ ചെയ്യുന്ന അവൾ തന്നെ ആയിരിക്കില്ലേ ചിലപ്പോൾ ആ മാല ഇവിടുന്ന് മാറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ ആയിരിക്കും, എന്തായാലും അവളുടെ അച്ഛനും അമ്മയും വന്ന് പോയപ്പോൾ അവരുടെ കയ്യിലൊരു കവറുണ്ടായിരുന്നു, അതിലായിരിക്കും ആ മാല കൊടുത്തു വിട്ടേ എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് അനിയുടെ കാര്യമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അനി ഒരു പാവാണ്, ഇങ്ങനെ കള്ളൊന്നും പറയാറില്ലായിരുന്നു, ഇപ്പോൾ എല്ലാം അവൻ എന്നോട് തുറന്നു അറിയായിരുന്നു, നന്ദുവിൻ്റെ കാര്യം ഒഴിച്ച്. അങ്ങനെ അവൻ എന്നോട് തുറന്ന് നന്ദുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ ഒരു പെൺകുട്ടീനെ അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളിങ്ങനെ പരസ്പരം എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. എന്നിട്ട് പിന്നീട് നയന ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് ആദർശിനോട് പറയണം. അപ്പോൾ കുറച്ച് കുടിച്ചിട്ട് നയനയ്ക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ നീയും കുറച്ച് കുടിക്കുകയെന്ന് പറയും. അപ്പോൾ നയനയും കുറച്ച് കുടിച്ചിട്ട് പിന്നീട് അതുപോലെ തന്നെ ആദർശിന് തന്നെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഭാര്യ അസാധ്യ ടാലൻ്റ് ഉള്ള കുട്ടിയാണ്, പക്ഷേ ഞാനത് ഇങ്ങനെ കണ്ടിട്ടും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. പിന്നീട് ജാനകിയും ദേവയാനിയും കൂടെ അനാമികയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു, അവൾ ഇന്നലെ മനഃപൂർവ്വം ഇങ്ങനെ മോശമായിട്ട് ഫുഡ് ഉണ്ടാക്കിയെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് കേട്ടോ നയന അവിടേക്ക് ചെല്ലുന്നത്. നയന ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാ ഇളയമേനോട് അങ്ങനെ പറഞ്ഞത്, ഞാൻ ഇന്നലെ അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്നോട് ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, നീ അടുക്കളയിൽ കയറി എന്ന് അറിഞ്ഞാൽ മോള് ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എൻ്റെ മോൾ ഒരു ജ്യൂസ് പോലും കുടിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുകയാണ്. അപ്പോൾ ആര് പറഞ്ഞു അവൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന്, അവൾ ആവശ്യത്തിലധികം ഫുഡ് കഴിച്ചിട്ടുണ്ട്, അത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് മുത്തശ്ശി അനാമിക അവിടേക്ക് വരുന്നത് കേട്ടോ. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ മോള് ഇന്നലെ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ഇവൾ പറയുന്നത് കണ്ടോ, ഇവൾ പഠിച്ച കള്ളിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് നയന അങ്ങനെ സത്യം തുറന്നു പറയുന്നത് കേട്ടോ. അനാമിക ഇന്നലെ രാത്രി നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്, അതും അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെയാണെന്ന് പറയും. അപ്പോൾ അനി അവിടേക്ക് വരുന്ന സമയത്ത്, അനി എനിക്ക് നിൻ്റെ ഏട്ടത്തിന് വലിയ വിശ്വാസമാണല്ലോ, ഇവർ പറയുന്നത് കേട്ടോ, ഞാൻ ഇന്നലെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടാണ് കിടന്നതെന്നാണ് പറയുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ നീ മോള് ഫുഡ് കഴിച്ചു എന്ന് തെളിയിക്കുമെന്ന് പറയും കേട്ടോ.
പിന്നീട് അനാമികയാണെങ്കിലും ഇങ്ങനെ നയനേനെ ഇങ്ങനെ ഒരുത്തി ഇവളെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവളിങ്ങനെ വെറുതെ എന്നെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറയുന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശി പറയും മോളുടെ ഏട്ടത്തിയാണ് ഈ നിൽക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെയുള്ള വിളിയൊക്കെ നിർത്തണം എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവൾ അതിനുള്ള പക്വത കാണിക്കുകയും വേണമെന്ന് പറയും കേട്ടോ. പിന്നീടാണ് ഇങ്ങനെ നയനയോട് ഇങ്ങനെ മോള് ഫുഡ് കഴിച്ചെന്ന് തെളിയിക്കുകയെന്ന് പറയുന്നത്. അപ്പോൾ നയന ഫോൺ എടുത്തിട്ട് ഇതെല്ലാവരെയും കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അനാമിക ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. പനി ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി വല്യമ്മ പറയാം ഏട്ടത്തിക്ക് അതിനുള്ള പക്വത ഉണ്ട് എന്ന് പറയുന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യാണ് കേട്ടോ. അപ്പം അനാമികയാണെങ്കിലും അത് കാണുമ്പോൾ തന്നെ ആകെ ഒരു ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് പറയും എൻ്റെ അച്ഛൻ ഞാൻ ഇന്നലെ ഇങ്ങനെ വിശന്നിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഒരു പയ്യൻ്റെ കയ്യിൽ ഫുഡ് കൊടുത്ത് വിട്ടതാണ്, അച്ഛൻ കൊടുത്തയച്ച ഫുഡ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാൻ കേട്ടോ. അപ്പം എന്നെ കളിയാക്കിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ജാനകിയാണെങ്കിലും അനാമിക കരയുന്ന സമയത്ത് പെട്ടെന്ന് ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. മോള് കരയല്ലേ, വെറുതെ ഇങ്ങനെ മോളെ കരയിപ്പിക്കാനായിട്ട് ഓരോരുത്തർ വന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് നയനേനെ അങ്ങ് കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. പിന്നീട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോൾ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ അനാമികേനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെയുള്ളവരോട് പറഞ്ഞാൽ എന്താ, ഇവിടെയുള്ളവർ ഫുഡ് വാങ്ങിച്ചു തരില്ലായിരുന്നോ അല്ലെങ്കിൽ ഉണ്ടാക്കി തരില്ലായിരുന്നോ, ഇങ്ങനെ കള്ളം പറയുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. അതുപോലെ തന്നെ അതൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ദേവയാനിയും അതുപോലെ തന്നെ ജാനകിയൊക്കെ പറയുന്നുണ്ടായിരുന്നു മോളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അച്ഛനമ്മമാരെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ രേവതി വിളിക്കും, മോളുടെ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അത് അത്ര നല്ല ശീലമൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമികേനെ ആശ്വസിപ്പിക്കലാണ് കേട്ടോ ദേവയാനിയുടെയും ജാനകിയുടെയും പണി. മോളിങ്ങനെ ഇത്രയും പാവമായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അനാമിക മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് ഇങ്ങനെ, ഞാൻ അത്ര പാവമൊന്നുമല്ല വല്യമ്മ, ഞാൻ നന്നായിട്ട് നിൽക്കാൻ പഠിച്ചത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ മനസ്സിൽ. എന്നിട്ട് അവരുടെ മുന്നിൽ അഭിനയിക്കണമല്ലോ, അതിന് കുറേ കള്ളക്കരച്ചിൽ കരയുന്നുണ്ടായിരുന്നു. ഞാൻ അത്രയും വിശന്നുകൊണ്ടാണ് ഫുഡ് കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നയന പറയുന്നുണ്ടായിരുന്നു അനാമിക നീ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നത്, അനിയനോട് പറഞ്ഞാൽ അനി ഫുഡ് വാങ്ങിച്ചു തരില്ലേ, അല്ലെങ്കിൽ വല്യമ്മേനോടോ അതുപോലെ തന്നെ ഇളയമ്മേനോട് പറഞ്ഞാൽ അവർ ഫുഡ് ഉണ്ടാക്കി തരുമായിരുന്നല്ലോ, അല്ലെങ്കിൽ അവർ വാങ്ങിച്ചു തരുമായിരുന്നല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. ഇതൊന്നും കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു നീ മോളെ ഉപദേശിക്കാൻ നിൽക്കണ്ട, നീ ഒന്ന് ഇവിടുന്ന് പോയി തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ നയന അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നയന പോകുന്ന സമയത്ത് ദേവയാനിയൊക്കെ അനാമികേനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. മോൾ ഇത്രയും പാവമായി പോയല്ലോ, മോളെ കരയിപ്പിക്കാനാണ് അവരൊക്കെ ശ്രമിക്കുന്നത്, അപ്പോൾ അവരുടെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നാൽ അവർക്കത് സന്തോഷമാവില്ല, മോളിങ്ങനെ ചെറിയ കാര്യത്തിനൊന്നും ഇങ്ങനെ കരയരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. പിന്നീട് അനാമിക എന്നത്തെയും പോലെ തന്നെ രേവതിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഫുഡ് വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ആ രാക്ഷസി നയന കണ്ടു, എന്നിട്ട് ഇവിടെ എല്ലാവരുടെ മുന്നിലും ആ വീഡിയോ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറയണം. അപ്പോൾ രേവതി അങ്ങനെയൊക്കെ ചെയ്തോ, എന്നാൽ പിന്നെ അതിനുള്ളൊരു പണി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് മോള് ഫോൺ വെച്ചോ, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയണ്ട. പിന്നീട് വേണുവിനോടും ഈ കാര്യങ്ങളെല്ലാം പറയാണ്. അപ്പോൾ വേണുവിനും ഇതേ അഭിപ്രായം തന്നെയാണ് കേട്ടോ. അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ അവിടേക്ക് ചെന്ന് പ്രശ്നം ഉണ്ടാക്കണം, എന്നാലേ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ കാര്യമൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരും അനന്തപുരിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. നയനയ്ക്കൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും പെട്ടെന്ന് റെഡി ആവുമെന്ന് പറഞ്ഞിട്ട് രേവതി റെഡി ആവാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവയാനി അതുപോലെ തന്നെ ജാനകി അജയനും കൂടെ അങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേണു രേവതിയും കൂടി അവിടേക്ക് വരുന്നത്. അപ്പോൾ വേണു അങ്ങനെ കയറിയ ഉടനെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോൾക്ക് കല്യാണം കഴിഞ്ഞ ശേഷം ഒരു സമാധാനം കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ അവൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കില്ല എന്ന് വെച്ചാൽ പിന്നെ എന്താ ചെയ്യുക എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു മോൾക്കാരും ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടൊന്നുമില്ല, ഇന്നലെ നയനമോൾ ഉണ്ടാക്കിയ ഭക്ഷണം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു, ഞാൻ എൻ്റെ മോൾക്ക് അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നയനമോൾ ഉണ്ടാക്കിയ ഭക്ഷണം നല്ല ഭക്ഷണം തന്നെയായിരുന്നു, പക്ഷേ നയനമോളോടുള്ള വാശിക്കാണ് അവൾ ഇന്നലെ അനാമിക അങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നതെന്നൊക്കെ പറയുമ്പോൾ ദേവയാനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ആര് പറഞ്ഞു അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. പിന്നീട് രേവതി അതുപോലെ തന്നെ വേണു ഇല്ലാത്ത ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ആദർശും നയനയും കൂടെ അവിടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ വേണു പറയും ഇതാ വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ നയനയുടെ നേരക്കായിട്ടോ രേവതി, അപ്പോൾ നിനക്ക് സമാധാനമായല്ലോ എൻ്റെ മോളെ പട്ടിണിക്ക് ഇട്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുകയാണ്. അപ്പോൾ ആദർശിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ആദർശ് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മോളെ ഇവിടെ ആരും പട്ടിണിക്ക് ഇട്ടിട്ടില്ല, ഇങ്ങനെ എല്ലാവർക്കുള്ള ഭക്ഷണം തന്നെയാണ് നയന ഉണ്ടാക്കിയത്, അവൾക്കത്
അവൾക്കത് ഇഷ്ടപ്പെടാതിരുന്നത് നയനയുടെ കുറ്റമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. പിന്നീട് രേവതി പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെപ്പോലെയല്ല എൻ്റെ മകൾ ഇവിടേക്ക് വന്നത്, അവൾക്ക് ഇങ്ങനെ ആവശ്യത്തിന് സ്വർണ്ണവും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ്. പിന്നീട് അവരാവശ്യപ്പെടാതെ തന്നെ ഒരു കാറും എനിക്ക് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ സ്വത്തും പണവും കാറും സ്വർണ്ണം നല്ല ആവശ്യം, കയറി വരുന്ന പെൺകുട്ടികൾക്ക് കുറച്ച് സംസ്കാരം വേണം, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് സംസ്കാരം ഇല്ല എന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രേവതി വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യം ഒന്ന് വലിഞ്ഞു കയറി വന്നു, പിന്നെ അതിൻ്റെ കൂടെ രണ്ടാമത്തതും കൂടി, ഇനി മൂന്നാമത്തേനെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ നിങ്ങളൊക്കെ നോക്കിയത്? എൻ്റെ മോളെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് വീണ്ടും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഒരിക്കലും അങ്ങനെ നോക്കിയിട്ടില്ല, അങ്ങനെ ഞാൻ നോക്കിയിരുന്നെങ്കിൽ നിങ്ങളുടെ മോൾ ഇപ്പോൾ ഇവിടുത്തെ മരുമോളാവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. നീ ഇപ്പോഴും അതിനല്ലടി ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും അല്ല, നിങ്ങളുടെ ക്യാരക്ടറല്ല എൻ്റെ ക്യാരക്ടർ. അപ്പോൾ നിങ്ങളുടെ മോള് എന്ത് തെറ്റ് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയല്ല എൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ദേവയാനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി നയനേനെ പിടിച്ച് വെച്ചിട്ട് മുഖത്ത് നോക്കി ഒരു അടിയാണ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ അമ്മ ഇതെന്ന്. അപ്പോൾ അവിടെ ആദർശ് അത് ചോദിക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. പിന്നീട് നയന അതിൻ്റെ മുന്നേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഇങ്ങനെ അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ അനാമികയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുക്കിനെ വെക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ രേവതിനോട്. അപ്പോഴാണ് രേവതി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നയനേനെ അങ്ങ് നിർത്തി അപമാനിക്കുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നയന അതിന് തിരിച്ച് മറുപടി കൊടുക്കും. അതിനാണ് ദേവയാനി നയനയുടെ കർണത്തിട്ട് ഒന്ന് കൊടുക്കുകയും ചെയ്യുന്നത് കേട്ടോ.